ലിനക്സിന്റെ ഒരു അടിപൊളി കഴിവിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഒരേ സമയം ഒരുപാട് ജോലികൾക്ക് ഡിസ്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. ഒറ്റനോട്ടത്തിൽ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ പിന്നിൽ കുറച്ച് സങ്കീർണമായ കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഒരു സൈഡിൽ ഒരു വലിയ ഫയൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം തന്നെ നമ്മൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ ആ പാട്ട് എന്തുകൊണ്ടാണ് കട്ടാവാതെ പ്ലേ ആകുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ ലിനക്സിന്റെ ഒരു സൂപ്പർ പവറുണ്ട്. ഇപ്പോഴത്തെ SSDകളെ വെച്ച് നോക്കുമ്പോൾ പഴയ ഹാർഡ് ഡ്രൈവുകൾക്ക് കുറച്ച് സ്പീഡ് കുറവായിരുന്നു അല്ലേ? കാരണം അതിനകത്ത് കറങ്ങുന്ന മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഡാറ്റ വേണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രാഫിക് ജാം പോലെയാവും. ഇതിനെയാണ് നമ്മൾ ടെക്നിക്കലായി ബോട്ടിൽ നെക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ധർമ്മസങ്കടത്തിലാകും. ആരുടെ റിക്വസ്റ്റ് ആദ്യം എടുക്കും? സിസ്റ്റം മൊത്തത്തിൽ സ്പീഡിൽ പോവുകയും വേണം, എന്നാൽ എല്ലാ പ്രോഗ്രാമുകൾക്കും ഒരുപോലെ അവസരം കിട്ടുകയും വേണം. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തു കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: വേഗതയാണോ വലുത്, അതോ എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കുന്നതാണോ? ഈ രണ്ടും തമ്മിലുള്ളൊരു വടംവലിയാണ് സത്യത്തിലിവിടെ നടക്കുന്നത്. ശരി, നമുക്ക് ആദ്യത്തെ ഒരു രീതി നോക്കാം. FCFS, അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. പേര് പോലെ തന്നെ ക്യൂവിൽ ആദ്യം വന്നയാൾക്ക് ആദ്യം ടിക്കറ്റ് കൊടുക്കുന്ന പോലെ. ഇത് കേൾക്കുമ്പോൾ നല്ല ന്യായമായിട്ട് തോന്നും, അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഡാറ്റാ ഡെസ്കിന്റെ പല ഭാഗങ്ങളിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ രീതി വെച്ച് നോക്കുമ്പോൾ ഹാർഡ് ഡിസ്കിന്റെ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഓടേണ്ടി വരും. ഇത് മൊത്തത്തിലുള്ള സ്പീഡ് കുറയ്ക്കും. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം: SSTF. ഇതിന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡിസ്ക് ഹെഡിന്റെ തൊട്ടടുത്തുള്ള റിക്വസ്റ്റ് ഏതാണോ അത് ആദ്യം ചെയ്യും. അതുകൊണ്ട് ഹെഡിന് അധികം ഓടേണ്ടി വരില്ല, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും. പക്ഷേ ഇവിടെയും ഒരു വില്ലനുണ്ട്. ഹെഡിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു പാവം റിക്വസ്റ്റിന് ചിലപ്പോൾ ഒരിക്കലും ചാൻസ് കിട്ടിയെന്ന് വരില്ല. അതിങ്ങനെ കാത്തിരുന്ന് ഇതിനെയാണ് നമ്മൾ സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവം? FCFS എല്ലാവർക്കും ന്യായം കൊടുക്കും, പക്ഷേ സ്പീഡ് കുറവാണ്. നേരെ മറിച്ച് SSTF ഭയങ്കര സ്പീഡാണ്, പക്ഷേ ചിലരെ പട്ടിണി കിട്ടേക്കാം. അതാണ് ഈ രണ്ടും തമ്മിലുള്ള പ്രധാന പ്രശ്നം. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ആരെയും പട്ടിണിക്കിടാതെ നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനൊരു വഴിയുണ്ടോ? അതായത് വേഗതയും നീതിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹീറോയുടെ എൻട്രി: കംപ്ലീറ്റ്ലി ഫെയർ ക്യൂയിങ് അഥവാ CFQ. ഈ പ്രശ്നത്തിന് ഒരു കിടിലൻ പരിഹാരമാണ് CFQ. CFQന്റെ ഐഡിയ വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര പവർഫുള്ളും. ഒരു വലിയ ക്യൂവിൽ എല്ലാവരെയും നിർത്തുന്നതിന് പകരം ഓരോ പ്രോഗ്രാമിനും ഓരോ കൗണ്ടർ കൊടുക്കുന്നത് പോലെയാണിത്. ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം ക്യൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, വരുന്ന ഓരോ റിക്വസ്റ്റും അത് ഏത് പ്രോഗ്രാമിൻ്റെതാണോ അതിൻ്റെ സ്വന്തം ക്യൂവിലേക്ക് പോകും. രണ്ടാമതായി, ഓരോ ക്യൂവിനുള്ളിലും റിക്വസ്റ്റുകളെ ഡിസ്കിലെ സ്ഥാനമനുസരിച്ച് അടുക്കി വയ്ക്കും. ഇത് സ്പീഡ് കൂട്ടാനാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനം. സിസ്റ്റം ഓരോ ക്യൂവിൽ നിന്നും കുറച്ചെടുത്ത് പ്രവർത്തിപ്പിക്കും, എന്നിട്ട് അടുത്ത ക്യൂവിലേക്ക് പോകും. ഒരു റൗണ്ട് റോബിൻ പോലെ. സാധാരണയായി ഒരു ക്യൂവിൽ നിന്ന് 4 റിക്വസ്റ്റൊക്കെയാണ് ഒരു സമയം എടുക്കുക. അതോടെ എല്ലാവർക്കും കൃത്യമായി അവസരം കിട്ടും. ശരി, തിയറിയൊക്കെ കൊള്ളാം. പക്ഷേ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യം പറഞ്ഞ ആ പാട്ട് കേൾക്കുന്നതും ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതും? ആ സീനിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ഇപ്പോൾ നോക്കൂ, CFQ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? SSTF പോലെയുള്ള ഒരു സിസ്റ്റത്തിൽ ആ വലിയ ഫയൽ കോപ്പി ഡിസ്കിനെ മൊത്തത്തിലങ്ങ് ഹൈജാക്ക് ചെയ്യും. കാരണം അതിന്റെ റിക്വസ്റ്റുകളെല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ മ്യൂസിക് പ്ലെയറിന് ഇടയ്ക്ക് വേണ്ട ഒരു ചെറിയ ഡാറ്റയ്ക്ക് വേണ്ടി ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരും. ഫലമെന്താ? പാട്ടിടയ്ക്ക് വെച്ച് സ്റ്റക്കാകും, കട്ടാകും. എന്നാൽ CFQ ഉള്ളപ്പോൾ സീൻ മൊത്തം മാറും. ഫയൽ കോപ്പിയുടെ ക്യൂവിൽ നിന്ന് കുറച്ച് റിക്വസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം നേരെ മ്യൂസിക് പ്ലെയറിന്റെ ക്യൂവിലേക്ക് പോകും. അതിന് വേണ്ട ഡേറ്റയും കൊടുക്കും. എന്നിട്ട് വീണ്ടും ഫയൽ കോപ്പിയുടെ അടുത്തേക്ക് വരും. ഇങ്ങനെ മാറി മാറി അവസരം കൊടുക്കുന്നതുകൊണ്ട് രണ്ടും ഒരേപോലെ മുന്നോട്ടു പോകും. നമ്മുടെ പാട്ട് ഒരു തടസ്സവുമില്ലാതെ പ്ലേ ആവും. അടിപൊളിയല്ലേ? അപ്പോൾ ഇതിന്റെ എല്ലാം കാതലായ ആശയം ഇതാണ്: ഓരോ പ്രോസസ്സിനും ഡിസ്ക് ബാൻഡ്വിഡ്ത്തിന്റെ ഒരു ന്യായമായ പങ്ക് ഉറപ്പാക്കുക. അതാണ് CFQ ചെയ്യുന്നത്. പക്ഷേ ടെക്നോളജി ഒരിടത്തും നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഷെഡ്യൂളറുകൾ കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് മാറിയതെന്ന് നമുക്ക് നോക്കാം. പണ്ട് ഹാർഡ് ഡിസ്കുകളുടെ കാലത്ത് FCFS, SSTF പോലുള്ള സിമ്പിൾ അൽഗോരിതങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ സ്റ്റാർവേഷൻ ഒഴിവാക്കാനായി C-SCAN പോലുള്ള കുറച്ചുകൂടി മെച്ചപ്പെട്ട എലിവേറ്റർ ഷെഡ്യൂളറുകൾ വന്നു. അതിനുശേഷമാണ്
ഓരോ പ്രോസസ്സിനും നീതി കൊടുക്കുക എന്ന ആശയവുമായി CFQ വരുന്നത്. അത് സാറ്റാ ഡ്രൈവുകളുടെ ഒരു സ്റ്റാൻഡേർഡ് തന്നെയായി മാറി. എന്നാൽ ഇന്ന് SSDകളുടെ കാലമാണ്. അവിടെ മെക്കാനിക്കൽ ഭാഗങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ സീക്ക് ടൈം എന്ന പ്രശ്നമേയില്ല. അപ്പോൾ NOOP പോലുള്ള വളരെ ലളിതമായ ഷെഡ്യൂളറുകളാണ് ഇപ്പോൾ ഫാസ്റ്റ് സ്റ്റോറേജിന് നല്ലത്. അതായത് ചുരുക്കി പറഞ്ഞാൽ CFQ എന്നത് കറങ്ങുന്ന ഡിസ്കുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗംഭീര പരിഹാരമായിരുന്നു. ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് അത് വളരെ ഫലപ്രദമായിരുന്നു. പക്ഷെ ടെക്നോളജി മുന്നോട്ടു പോയപ്പോൾ നമ്മുടെ പരിഹാരങ്ങളും അതിനനുസരിച്ച് മാറേണ്ടി വന്നു. അപ്പോൾ നമുക്കിന്നത്തെ ഈ ചർച്ച ഇവിടെ നിർത്താം. പക്ഷേ ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട്, ഈ സ്റ്റോറേജ് ടെക്നോളജി ഇനിയും ഒരുപാട് മുന്നോട്ടു പോകുമ്പോൾ ഈ ന്യായമായ വിതരണം അല്ലെങ്കിൽ ഫെയർനെസ് എന്ന ആശയത്തിന് എന്ത് മാറ്റം വരും? ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ അടുത്തതായി നേരിടാൻ പോകുന്ന വെല്ലുവിളി എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണല്ലേ?